മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, എന്താണ് ഇപ്പോൾ ആശുപത്രിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കടുത്ത പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ രക്ഷാപ്രവർത്തനം പ്രതിഷേധം ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങൾ രൂപപ്പെട്ട് വരുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് UDF-ന്റെ സംഘം, UDF നേതാക്കളുടെ പ്രത്യേക സംഘം തന്നെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട ബിന്ദുവിന്റെ മകളെ അടക്കം കാണുന്ന സാഹചര്യത്തിലേക്ക് ഈ ഘട്ടത്തിൽ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. കടുത്ത പ്രതിഷേധം, വലിയ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിന്റെയും മെഡിക്കൽ കോളേജ് അധികൃതരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. അത് ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഈ ഘട്ടത്തിൽ മെഡിക്കൽ കോളേജിന്റെ പരിസരങ്ങളിൽ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അതേസമയം ദാരുണമായ ഒരു മരണം ഈ അപകടവുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ടതാണ്. ഇത് കുടുംബാംഗങ്ങൾ കൂടി ഇതിലൊരു പ്രതിഷേധം, മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ അപകട സമയത്ത് അതിന് തകർന്നുപോയ കെട്ടിടത്തിന് തൊട്ടു ചേർന്ന ഭാഗത്ത് ഭർത്താവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൽ വന്ന ആളായിരുന്നു ബിന്ദു. ശുചിമുറി ഉപയോഗത്തിനായി ഉപയോഗശൂന്യമായി കിടന്നിരുന്നത്, അല്ലെങ്കിൽ അപകടാവസ്ഥയിലായിരുന്നു ഈ കെട്ടിടത്തിലേക്ക് പോകുമ്പോഴാണ് ഈ കെട്ടിടം തകർന്നു വീഴുന്നത്. ഈ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ സാരമായി പരിക്കുകളൊന്നും ആർക്കുമില്ല എന്ന വിശദീകരണം മന്ത്രിമാരടക്കം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ബിന്ദു ഇതിനുള്ളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്ന പരാതിയുമായി ഭർത്താവ് രംഗത്ത് വരുന്നതും ആ നിലയിൽ തിരച്ചിൽ നടക്കുന്നതും ഒടുവിൽ ചേതനയേറ്റ ബിന്ദുവിന്റെ ശരീരം ഈ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോഴും ബിന്ദു ആണ് മരണം സ്ഥിരീകരിക്കുന്നതിലടക്കം താമസമുണ്ടായി. പക്ഷേ ഈ ഘട്ടത്തിൽ ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ബിന്ദു അതിനുള്ളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പരിശോധന നടത്തുന്നതിന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതിപ്പെട്ടതിന് ശേഷം മാത്രമാണ് അങ്ങനെ ഒരു തിരച്ചിൽ നടന്നത് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. കെട്ടിടം തകർന്ന ഉടനടി ബിന്ദുവിനെയോ അല്ലെങ്കിൽ അതിനുള്ളിൽ കുടുങ്ങിപ്പോയ മറ്റാളുകളെയോ തേടി ഉള്ള ഗൗരവതരമായ ഒരു അന്വേഷണം നടന്നില്ല എന്ന ആരോപണം ഉയർന്നു വരുന്നുണ്ട്. അത് വലിയ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മരണം തന്നെ സംഭവിക്കുന്നതിന് കാരണമായത് അതാണ് എന്നുള്ള തരത്തിൽ വൈകാരികമായ പ്രതികരണങ്ങൾ ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് കൂടി ആരോഗ്യവകുപ്പിന്റെ വലിയ വീഴ്ച എന്ന നിലയിൽ കൂടി ഉയർത്തിക്കാണിക്കുവാൻ പ്രതിപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ച് UDF ഈ ഘട്ടത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് തുടർച്ചയായി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് ഏറ്റവും ഒടുവിൽ നടന്ന ഈ സംഭവം കൂടി അതിനോടൊപ്പം ചേർത്ത് വായിച്ചുകൊണ്ടാണ് ഒരു പ്രതിഷേധ പരിപാടി എന്ന നിലയിൽ കൂടി UDF ഈ സംഭവത്തെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഫലമായി കൂടിയാണ് UDF നേതാക്കൾ ഈ ഘട്ടത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുള്ളത്. ദിവ്യ, കൂടുതൽ പ്രതിപക്ഷ നേതാക്കളാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ എന്തായാലും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്.